എന്താണ് പിന്നെ പരിഹാരം? മതനിരപേക്ഷ മുന്നേറ്റം തന്നെയാണ്. ഒരു നിരാശയും നമുക്ക് വേണ്ട. ഇങ്ങനെയൊക്കെ രാജ്യം കലുഷിതമായിട്ടുണ്ട് എങ്കിലും അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ സമാധാനവാദികളാകുന്നു എന്നതാണ് നമുക്കുള്ള കരുത്ത്. ഇവിടെ കലാപമുണ്ടാകണം, കുഴപ്പമുണ്ടാകണം, വർഗീയ വിദ്വേഷമുണ്ടാകണമെന്ന് വിചാരിക്കുന്നവർ ന്യൂനപക്ഷമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ എങ്ങനെ അവർക്ക് ഭരണം കിട്ടി? അതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 31% ഇന്ത്യക്കാരുടെ പിന്തുണ മാത്രമേ ഇന്ന് ഭരിക്കുന്ന സർക്കാരിനുള്ളൂ. വോട്ടിന്റെ നിലയെടുത്ത് പരിശോധിച്ചാൽ 31% വരുന്ന വോട്ടർമാരുടെ പിന്തുണ മാത്രമേ അവർക്കുള്ളൂ. പിന്നെ എങ്ങനെ അവർ ജയിച്ചു? 69% അതിന് എതിരാണ്, ഈ ഭരണത്തിന് എതിരാണ്. പക്ഷെ ജയിച്ചത് 31%. അവിടെ ഉണ്ടായ സംഗതി 31% വോട്ടുകൾ ഒരു പെട്ടിയിൽ വീണു. 69% ആളുകളുടെ വോട്ടുകൾ വിവിധ പെട്ടികളിലാണ് വീണു പോയത്. അതുകൊണ്ടാണ് അവർ ജയിച്ചു വന്നത്. അഥവാ മതനിരപേക്ഷ കക്ഷികളുടെ ഇടയിലുണ്ടായ അനൈക്യമാണ് വർഗീയതയുടെ ശക്തികൾ അധികാരത്തിൽ വരാനുണ്ടായ കാരണം. തെറ്റ് തിരുത്തിയാൽ മതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായ തെറ്റ് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യാൻ മതനിരപേക്ഷ കക്ഷികൾ തയ്യാറായാൽ പ്രശ്നം അവസാനിച്ചു. അൽഹംദുലില്ലാഹ്, നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ്. എല്ലാ മതേതര കക്ഷികളും ഇന്ന് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അവർ സന്ധികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യമാണ്. ഈ 69% ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അവരെ കൂടി മറിച്ച് ചിന്തിപ്പിക്കുവാൻ പ്രയാസമുണ്ടാവുകയില്ല എന്നത് സത്യമാണ്.